അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് നമ്മുടെ മിക്കവാറും വീട്ടിൽ ഇടയ്ക്ക് വല്ലപ്പോഴെങ്കിലൊക്കെയും ചോറ് കുറച്ചെങ്കിലും ബാക്കി വരാത്ത വീടുകൾ വളരെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളിന്ന് ചോറ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാനിവിടെ ഓൾറെഡി റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഫസ്റ്റ് പറയാം. അപ്പോൾ ഞാനിവിടെ ഇത്രയ്ക്ക് ചോറ് എടുത്തിട്ടുണ്ട്. ഇതൊരു 1.5 ഗ്ലാസ് ചോറുണ്ടാവും. 1.5 ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി, അത് നമുക്ക് ഇതിലേക്ക് ഒരു മിക്സിങ്ങിന് നമ്മുടെ ഇതിനൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദപ്പൊടി ചേർക്കുക, അരിപ്പൊടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി ചേർക്കുക. ഞാനിവിടെ ഗോതമ്പ് പൊടിയായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുത്തത് ഇതേപോലെ വലിയൊരു ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് നന്നായിട്ട് വേവണം കേട്ടോ. പിന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് തേങ്ങക്കൊത്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കും. പക്ഷേ തേങ്ങക്കൊത്ത് കൂടിയിട്ട് ചേർക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുമ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ തേങ്ങക്കൊത്ത് ഞാൻ വറുത്തിട്ടില്ല കേട്ടോ. ഇത് നമുക്ക് ലാസ്റ്റിൻ്റെ മിക്സിങ് റെഡി ആയി കഴിഞ്ഞിട്ട് തേങ്ങക്കൊത്ത് വറുത്തിട്ട് അതിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ച് തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ സവാള, വലിയൊരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. പിന്നെ ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടിയിട്ട് ചേർക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും ക്ലോസപ്പ് കാണിക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോറ് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കാം. കഴിയുന്നത് കൈ കൊണ്ട് ഉടച്ചിട്ടെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതായിട്ടിരിക്കുക. കാരണം മിക്സിയിലിട്ടിട്ട് നമ്മൾ ഇതിനു മുമ്പും കറക്കിയിട്ട് ചോറ് വെച്ചിട്ടുള്ള വേറെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ മിക്സിയിൽ വെച്ചിട്ട് കറക്കുമ്പോൾ അത് കുറച്ചും കൂടി ഒരു പശ കൂടുതൽ വരും. അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചിട്ട് നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പീച്ച് ഇങ്ങനെ ഉടച്ചെടുക്കില്ലേ, അങ്ങനെ ഉടച്ചെടുക്കാൻ വേണ്ടി പറ്റാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ മിക്സിയിലിടുന്നില്ല, നമ്മൾ കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ അതിന് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മളെല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവരും കറക്റ്റ് കുറച്ചുകൂടി അടുത്ത് കാണണമല്ലോ. അപ്പോൾ ഇതെടുത്തിട്ട് ഇവിടെ ചില സമയത്ത് നല്ല വെയിൽ വരുന്നുണ്ട്. അത് ഞാൻ ഇവിടെ ഇരുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു ടേബിൾ ഉണ്ട്, അവിടെ ഇരിക്കാമെന്ന് ചോദിച്ചു. ഇപ്പോൾ അവിടെ വെയിലില്ല, പക്ഷെ ചില സമയത്ത് ഭയങ്കര വെയിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കരുതി ഇവിടെ ഇരിക്കാമെന്ന് ചോദിച്ചു. ചോറ് അപ്പോൾ ഇതൊരു 1.5 ഗ്ലാസ് ചോറുണ്ടാവും. ഇതിപ്പോൾ ഒരു ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് കൈ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് ഇത് ഫുള്ളായിട്ട് അങ്ങനെ ഉടഞ്ഞ് ഇങ്ങനെ എന്താ പറയുക, നല്ല പേസ്റ്റ് പോലെ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടിങ്ങനെ ചോറും പറ്റ് ഇപ്പോൾ ചെറുതായിട്ടിങ്ങനെ പൊട്ടി പോലെ കിടക്കില്ലേ, അതേപോലെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫുള്ളായിട്ട് അങ്ങോട്ട് അരഞ്ഞ് ഭയങ്കരമായിട്ട് വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങളുടെ ചോറ് തീരെ വേവാത്ത ചോറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് വെള്ളം ഒന്നും ഒഴിക്കാണ്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചെടുക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അതാണ് എപ്പോഴും നല്ലത്. ഇതിപ്പോൾ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ചോറ് കൈ കൊണ്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ ചോറും പറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ളായിട്ട് അങ്ങനെ ഭയങ്കര പേസ്റ്റ് പോലെ ആയിട്ടില്ല, അങ്ങനെ ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് കയ്യിൽ വെച്ചിട്ട് നമുക്ക് നോക്കി ഇതേപോലെ ഇങ്ങനെ ഉരുട്ടാനൊക്കെ പറ്റുന്ന ഒരു ഇതായിരിക്കണം. ചോറും നമുക്കിങ്ങനെ ഉരുട്ടാൻ വേണ്ടിയിട്ട് പറ്റും, പക്ഷേ കുറച്ചിങ്ങനെ ഒരു പശയോട് കൂടിയിട്ട് നമുക്കിങ്ങനെ ഉരുട്ടാൻ വേണ്ടി പറ്റുന്നു. കുറച്ച് ചോറിൻ്റെ തരി പോലെ കിടന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി അടുത്തത് ഉരുളൻകിഴങ്ങ് കേട്ടോ. ഈ ഉരുളൻകിഴങ്ങും ഈ ചോറിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതാ നോക്കിക്കേ, ഇതായിട്ട് നമ്മൾ കുഴച്ചെടുത്തത്. ഇതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ ചോറും പറ്റി പോലെ ഉണ്ട് കേട്ടോ, പക്ഷെ അത് കുഴപ്പമില്ല കേട്ടോ. ഇതാ ഉരുളൻകിഴങ്ങും ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സവാള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കണം കേട്ടോ. ഈ കന്ന് ഞാൻ നാട്ടിൽ നിന്ന്
കൊണ്ടുവന്ന് ഇപ്പോഴൊന്നുമല്ല, കുറച്ചായിട്ടുണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കത്തിയാണ്. നല്ല കത്തിയാണ്, നല്ല മൂർച്ചയുണ്ട്. നമ്മുടെ സ്റ്റീലിൻ്റെ കത്തി മൂർച്ച വെപ്പിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതും വെച്ചിട്ട് ഞാനൊന്ന് ഉരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മൂർച്ച വന്നു. ഞാൻ എടുത്തത് പച്ചമുളക്. അത് നല്ല ചെറുതായിട്ട് പച്ചമുളക് കട്ട് ചെയ്യണമെങ്കിൽ കട്ടിങ് ബോർഡ് നല്ലത്, അല്ലെങ്കിൽ കത്രിക വേണമായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇടണം കേട്ടോ. കറിവേപ്പില. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് മല്ലിയില വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയില വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. കറിവേപ്പില ഇടുമ്പോൾ അതേപോലെ ഒന്ന് അങ്ങനെ ഒരു പിച്ചി ചീമ്പിയിട്ട് കിട്ടോ. അടുത്തത് ജീരകം, പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി. ഇത് സാധാരണ മുളക് പൊടിയല്ല കേട്ടോ. നിങ്ങൾ ഇടുമ്പോൾ സാധാരണ മുളക് പൊടി ഇട്ടാൽ മതി. ഇത് റോസ്റ്റ് ചെയ്ത മുളക് പൊടിയാണത്. ഇത് അതേപോലെ ഇങ്ങനെ കടയിൽ നിന്ന് ഇവിടെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഇന്ത്യൻ കടയിൽ നിന്നല്ല കേട്ടോ വാങ്ങിച്ചത്. ഇവിടെ കോസ്കോ എന്ന് പറഞ്ഞിട്ട് ഒരു കടയുണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചത്. അത് നമ്മുടെ ഈ ഉണക്കമുളക് ഉണ്ടല്ലോ, ഈ നന്നായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കളർ. അത് ഉണക്കമുളക് ഓയിലൊന്നും ഒഴിക്കാണ്ട് വെറുതെ നന്നായിട്ട് ചൂടാക്കും. അപ്പോൾ ആ മുളകിൻ്റെ കളർ അങ്ങോട്ട് മാറുമല്ലോ, എന്നിട്ട് പൊടിച്ചെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് എടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി ചേർക്കണതിന് അങ്ങനെ കറക്റ്റായിട്ടൊരു അളവില്ല. ഫസ്റ്റ് കുറച്ച് ചേർക്കാം, ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കൈമയ്ക്ക് മേലായിട്ട് പിടിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടിക്ക് ഞാൻ അതുകൊണ്ടാണ് കറക്റ്റായിട്ടൊരു അളവ് പറയാത്തത്. അപ്പോൾ ഗോതമ്പ് പൊടി തന്നെ വേണമെന്ന് നിർബന്ധമില്ല. വേണമെങ്കിൽ അരിപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ മൈദപ്പൊടി ചേർത്തിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി ചേർക്കട്ടെ. എന്നിട്ട് നമുക്കിതെല്ലാം കൂട്ടിയിട്ടൊന്ന് കുഴയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് കുഴക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഗരം മസാല വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗരം മസാലയും കൂടിയിട്ട് ചേർക്കണം കേട്ടോ. ആ ചോറ് നമ്മൾ ആ മിക്സിയിലിട്ടിട്ട് നമ്മൾ അരയ്ക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്രയ്ക്ക് നന്നായിട്ട് കിട്ടിയേക്കുന്നത്. മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ കുറച്ചും കൂടിയും ഒരു പശ ഭയങ്കരമായിട്ട് വരും. ഇതാകുമ്പോൾ അങ്ങനെ വലിയ പശയൊന്നും വരില്ല ചോറിന്. നല്ലൊരു മിക്സിങ് കിട്ടും നമുക്ക്. നമുക്ക് ഗോതമ്പ് പൊടി ഏതായാലും ഇത്രയ്ക്ക് ആവശ്യമുള്ളൂ. നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പാത്രത്തിലൊന്നും ഒട്ടും പിടിക്കേണ്ടിയില്ലല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങക്കൊത്ത് വറുത്തിട്ടുണ്ടോ, തേങ്ങക്കൊത്തൊന്ന് വറുത്തെടുക്കാം നമുക്ക്. അപ്പോൾ തേങ്ങക്കൊത്ത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിക്കാം നമുക്ക്. തേങ്ങക്കൊത്തിട്ട് എല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇച്ചിരി ഓയിൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഓയിൽ ഒഴിക്കണ്ടേ, കുറച്ച്. ഇച്ചിരി കൂടി ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിൽ നമുക്കൊന്ന് പരത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കാം നമുക്ക്. ഈ പ്ലേറ്റിലേക്ക് കുറച്ച് ഓയിലൊന്ന് തൂത്തോടണം. അത് നമ്മൾ ആ തേങ്ങ വറുക്കാൻ എടുത്തിരുന്ന ഓയിലുണ്ടല്ലോ, അത്. അപ്പോൾ നമ്മുടെ പ്ലേറ്റിൽ നല്ല ഷേപ്പിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ ഫ്രിഡ്ജിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല ഈസി ആയിട്ട് നല്ല ഫിനിഷിങ്ങിൽ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ പുറത്ത് വെച്ചിരുന്നാലും മതി. പക്ഷേ ഫ്രിഡ്ജ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് ഓരോ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകാട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്ത ആ ഓയിലുണ്ട്. വേറെ കുറച്ചും കൂടി ഓയിൽ ഒഴിക്കുക. ഒരുപാട് ഓയിൽ ആവശ്യമില്ല കേട്ടോ, നമുക്ക് വളരെ കുറച്ച് ഓയിൽ ആവശ്യമുണ്ട്.
അപ്പോൾ ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് സൈഡ് നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കുക. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത് കേട്ടോ. തീ ഒരുപാട് കുറച്ചും വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അപ്പോൾ നമ്മൾ ഒരു സൈഡ് തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ എടുക്കാം കേട്ടോ ഓയിലിൽ നിന്ന്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എങ്ങാനും പൊടിഞ്ഞു പോകണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ആ ഗോതമ്പൊടി ചേർത്തത് കുറഞ്ഞു പോയിട്ടാട്ടോ അങ്ങനെ പൊടിഞ്ഞു പോവുക. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒട്ടും പൊടിഞ്ഞു പോകാണ്ട് നോക്കിയാൽ നമ്മുടെ ഓയിലായിരുന്നാലും ഒട്ടും പൊടിഞ്ഞു വീണിട്ടില്ല ഇതേപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ ഇതേപോലെ നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കണം. അങ്ങനെ നമ്മൾ നന്നായിട്ട് മൊരിച്ചിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ പലഹാരം. അപ്പോൾ മൊരിച്ചിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഒരുപാട് കൂട്ടി വയ്ക്കേണ്ട, എന്നാൽ തീ ഒരുപാട് കുറച്ച് വയ്ക്കാൻ വേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കുക. പിന്നെ ഇത് വറുത്തിട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഇതെങ്ങാനും ചിലപ്പോൾ നിങ്ങൾ ഓയിലിടുന്ന സമയത്ത് ചിലപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഷേപ്പിൽ ചിലപ്പോൾ നിൽക്കില്ല. ചിലപ്പോൾ അത് ഓയിലാകെ ഇങ്ങനെ സ്പ്രെഡായി പോകും. അങ്ങനെ വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ആ പൊടി ചേർത്തല്ലോ, ഗോതമ്പൊടി ചേർത്തല്ലോ, ആ പൊടി കുറവായിട്ടായിരിക്കും, അതിന് ആ ബൈൻഡിങ് കിട്ടാത്തതുകൊണ്ടായിരിക്കാം ഓയിലിടുമ്പോൾ അങ്ങനെ എല്ലായിടത്തേക്കും ഇങ്ങനെ സ്പ്രെഡായി പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ നല്ല ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ, കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. നമ്മൾ തേങ്ങ വറുത്തിട്ടുണ്ടായിരുന്നില്ലേ, തേങ്ങ വറുത്തിട്ടിടുമ്പം നന്നായിട്ട് മൊരിച്ചിട്ടിട്ടോ. തേങ്ങ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. നമ്മളെ സബോള ആയിരുന്നാലും ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ പോലെ വന്നിട്ടുണ്ട്. കഴിച്ചുതരാം. ശരിക്കും ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാഷ് ബ്രൗൺ കഴിക്കില്ലേ, ആ സെയിം ടേസ്റ്റാണ് ഇതിന്. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നേക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഞാൻ ഇതിനു മുമ്പും ചോറ് കൊണ്ടുള്ള വേറെ റെസിപ്പികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ചോറ് നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടാണ് എടുക്കുന്നത്. ഇത് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചിട്ടല്ലേ എടുക്കുന്നത്. അങ്ങനെ കുഴച്ചിട്ട് എടുക്കുമ്പോൾ ചില ചോറും പറ്റുകൾ ഇങ്ങനെ അതിൻ്റെ കൂടെ ഇങ്ങനെ കുഴഞ്ഞു പോകാണ്ട് ഇങ്ങനെ ചോറും പറ്റായിട്ട് ഇങ്ങനെ കിടക്കും. പക്ഷേ അത് കുഴപ്പമില്ല, നമ്മുടെ കോഴിയോട് വന്നിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ചോറും പറ്റായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കിടന്നോട്ടെ, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അത് മിക്സിയിലിട്ടിട്ട് നമ്മൾ അരച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അതിങ്ങനെ ആകെ ഇങ്ങനെ കുഴഞ്ഞ പോലെ വരും. അപ്പോൾ അത് കഴിക്കുമ്പോഴായിരുന്നാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് ഇതേപോലെ നിങ്ങൾ കഴിച്ച് നോക്കാം. ശരിക്കും നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും കുട്ടികൾ പറയുന്നത് ഹാഷ് ബ്രൗണിൻ്റെ ആ സെയിം ടേസ്റ്റാണ്. കാരണം ആ ചോറും പറ്റ് അതിൻ്റെ കൂടെ നമുക്കിങ്ങനെ ചോറും പറ്റാന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റില്ല, അതിൻ്റെ പോലെ നമുക്ക് കടിക്കാൻ വേണ്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും എടുത്തിട്ട് മിക്സിങ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ലേ 10 മിനിറ്റ്, കുറച്ചുകൂടി നേരത്തെ നിങ്ങൾക്ക് സെറ്റായി കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ വെക്കുന്ന പാത്രം നന്നായിട്ട് ഒന്ന് തണുക്കണം. അപ്പോഴായിരിക്കും നമുക്കത് പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ പറ്റാം. അപ്പോൾ നമുക്ക് നാളെ വേറെ പുതിയ റെസിപ്പി ആയിട്ട് വരാം.